ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് ഒക്ടോബറിൽ നടപ്പിലാക്കും. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയാണ് ഇക്കാര്യം അറിയിച്ചത്. UCC റിപ്പോർട്ട് സർക്കാർ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഫെബ്രുവരിയിലാണ് UCC ബിൽ ഉത്തരാഖണ്ഡ് നിയമസഭ പാസാക്കിയത്. ये सम्मान उत्तराखंड की छोटी जनता का है, जिन्होंने हमको UCC पास करने के लिए अवसर प्रदान किया, यानी कि सरकार में आने का अवसर दिया और हमने उनसे किया हुआ वायदा पूरा किया. ये सम्मान मेरा नहीं है, ये सम्मान उत्तराखंड की छोटी जनता का है. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് ഒക്ടോബറിൽ നടപ്പിലാക്കും. നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. രോഹിണി, കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഉത്തരാഖണ്ഡ് നിയമസഭ UCC സംബന്ധിച്ചുള്ള ബില്ല് പാസ്സാക്കിയിരുന്നു. ഏതാണ്ട് 5 അംഗ സമിതിയാണ് ഈ UCC സംബന്ധിച്ച് പഠിക്കുവാൻ ഉത്തരാഖണ്ഡ് സർക്കാർ നിയോഗിച്ചത്. ആ സമിതിയുടെ റിപ്പോർട്ട് വന്ന ശേഷം ഉടൻ തന്നെ കരട് റിപ്പോർട്ട് തയ്യാറാക്കി പിന്നീട് അത് നിയമസഭയിൽ ചർച്ച ചെയ്ത് അങ്ങനെയാണ് സംസ്ഥാന നിയമസഭ ഈ ബില്ല് പാസ്സാക്കിയത്. അതിനുശേഷം ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി വ്യക്തമാക്കിയത് ഒക്ടോബർ മാസത്തിൽ ഏകീകൃത സിവിൽ കോഡ് സംസ്ഥാനത്ത് നിലവിൽ വരും എന്നുള്ളതാണ്. ഇതിന് മുന്നോടിയായി ഇന്ന് സർക്കാർ വെബ്സൈറ്റിൽ ഔദ്യോഗികമായി തന്നെ ഈ ഏകീകൃത സിവിൽ കോഡിന്റെ സ്വഭാവം, ഉത്തരാഖണ്ഡിലെ സ്വഭാവം എന്താണെന്ന് സംബന്ധിച്ച് വിശദീകരിക്കുന്ന റിപ്പോർട്ടും ഇപ്പോൾ പൊതുജനങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. ഉത്തരാഖണ്ഡിൽ നിലവിൽ വരാൻ പോകുന്ന UCCയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളിൽ ഒന്ന് ഈ പെൺകുട്ടികളുടെ വിവാഹപ്രായം അത് 21 ഉയർത്തുന്നു. 18 നിന്നും 21 ഉയർന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ബഹുഭാര്യത്വം നിരോധിച്ചുകൊണ്ടുള്ള നിയമം നിലവിൽ വരികയാണ്. സാധാരണയായി മുസ്ലിം കമ്മ്യൂണിറ്റിയുടെയൊക്കെ ഇടയിൽ മതത്തിന്റെ നിയമങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശരീഅത്തിലെയും മറ്റും നിയമങ്ങൾ ഇങ്ങനെയാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് ബഹുഭാര്യത്വം, ഒരാൾ തന്നെ 2, 3, 4 സ്ത്രീകളെ കല്യാണം കഴിക്കുന്ന രീതിയുണ്ട്. അത് ശരീഅത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അത് നിയമപരമാണെന്ന വിശദീകരണമാണ് പലപ്പോഴും അവർ നൽകാറുള്ളത്. എന്നാൽ അത് നിരോധിക്കുന്നത് സംബന്ധിച്ചുള്ള ചില നടപടികൾ ഈ ഉത്തരാഖണ്ഡിൽ നിലവിൽ വരാൻ പോകുന്ന UCCയിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ പോപ്പുലേഷൻ നിയന്ത്രിക്കണമെന്നത് സംബന്ധിച്ചുള്ള ചില ആഹ്വാനങ്ങൾ അടങ്ങുന്നതാണ് UCC. കാരണം രാജ്യത്ത് തന്നെ നമുക്കറിയാം, ലോകത്തിൽ ഏറ്റവും അധികം ജനസംഖ്യ കൂടുന്ന ഒരു രാജ്യമായി ഭാരതം മാറിയിരിക്കുന്നു. നിലവിൽ 144 കോടി ജനങ്ങളാണ് ഇവിടെയുള്ളത്. അതിനാൽ ജനസംഖ്യാ നിയന്ത്രണം നമ്മുടെ രാജ്യത്ത് ഇനിയും അനിവാര്യമാണെന്നും ഈ രീതിയിൽ ജനസംഖ്യ വല്ലാതെ വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് വലിയ തോതിലുള്ള ദോഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നത് സംബന്ധിച്ചുള്ള പല റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിനാൽ ജനസംഖ്യാ നിയന്ത്രണം സംബന്ധിച്ചുള്ള ശുപാർശ കൂടി നൽകുന്നതാണ് പുതിയ UCC. ഒപ്പം ഈ മറ്റൊരു ശ്രദ്ധേയമായ ഘടകം ഈ UCCക്കകത്ത്, ഈ റിപ്പോർട്ടിനകത്ത് ഉള്ളത് ഈ ലിവിങ് ടുഗദറുമായി ബന്ധപ്പെട്ടാണ്. ലിവിങ് ടുഗദർ നടത്തുകയാണെങ്കിൽ ആ രീതിയിൽ 2 പേർ ഇഷ്ടപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ തന്നെ അവരവരുടെ രക്ഷകർത്താക്കളുമായി ഇത് സംബന്ധിച്ച് കൃത്യമായ ധാരണ ഉണ്ടാക്കണം. അതായത് രക്ഷകർത്താക്കളുടെ അനുമതിയോ അല്ലെങ്കിൽ അവരെ അറിയിച്ചുകൊണ്ട് വേണം ലിവിങ് ടുഗദറായി പാർട്ട്നേഴ്സായി ജീവിക്കാൻ. ഇത്തരം നിർദ്ദേശങ്ങൾ അടങ്ങുന്നതാണ് ഉത്തരാഖണ്ഡിൽ നിലവിൽ വരാൻ പോകുന്ന UCC. നമുക്കറിയാം, ദേശീയ തലത്തിൽ തന്നെ BJP സർക്കാർ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കും എന്നത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഈ 3ാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറുന്നതിന് മുൻപ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJPയുടെ പ്രകടന പത്രികയിൽ ഏറ്റവും വലിയ വാഗ്ദാനങ്ങളിൽ ഒന്ന് ദേശീയ തലത്തിൽ തന്നെ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കും എന്നുള്ളതായിരുന്നു. എന്തായാലും BJP അധികാരത്തിലിരിക്കുന്ന ഒരു സംസ്ഥാനം ഇപ്പോൾ സംസ്ഥാനം എന്ന നിലയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ പോകുന്നു. 2022 ഉത്തരാഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം ഒന്ന് പുഷ്കർ സിംഗ് ധാമി നൽകിയത് UCC ഉത്തരാഖണ്ഡിൽ നടപ്പാക്കുമെന്നുള്ളതായിരുന്നു. അത് പിന്നീട് തുടർഭരണം ലഭിച്ചതിന് ശേഷം അത് സംബന്ധിച്ച് പഠിക്കുന്നതിനായി 5 അംഗ സമിതിയെ നിയോഗിച്ചു. ആ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒക്ടോബർ മാസത്തോടുകൂടി ഈ പുതിയ നിയമം നിലവിൽ വരുന്നത്. രോഹിണി. ശരി ഗൗതം, ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് ഒക്ടോബറിൽ നടപ്പിലാക്കും. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയാണ് ഇക്കാര്യം അറിയിച്ചത്. UCC റിപ്പോർട്ട് സർക്കാർ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഫെബ്രുവരിയിലാണ് UCC ബിൽ ഉത്തരാഖണ്ഡ് നിയമസഭ പാസാക്കിയത്. ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.